ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന പാവയ്ക്കാത്തിയിലാണ്. പാവയ്ക്ക വറുത്തരച്ച കറിയെന്നും ഇതിന് പറയുന്നുണ്ട്. നമ്മുടെ പഴമയുടെ പ്രതീകമായ പഴയ ആൾക്കാരുടെ ഒരു ഇഷ്ടഭക്ഷണം തന്നെയായിരുന്നു പാവയ്ക്കാത്തിയിൽ. അപ്പോൾ അത് കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയാലോ? എല്ലാവരും വായോ, നമുക്ക് കയ്പില്ലാതെ പാവയ്ക്കാത്തിയിൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മളെടുത്തിരിക്കുന്ന 2 പാവയ്ക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അല്ലാത്ത കടയിൽ നിന്ന് കിട്ടുന്ന മുളകും പച്ചമുളകും നമ്മുടെ തൊടിയിൽ പച്ചമുളകും 2 മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്നത് കറിവേപ്പിലയാണ്. പിന്നെ നമ്മൾ പുളിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും നമുക്ക് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ തേങ്ങ തന്നെയാണ്. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ഈ കയ്പില്ലാതെ പാവയ്ക്കാത്തിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ പാവയ്ക്കാത്തിയിൽ ഉണ്ടാക്കുന്ന പാവയ്ക്കയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു ചീഞ്ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. പച്ച വെളിച്ചെണ്ണയോ ആട്ടിയ എണ്ണയോ കടയിൽ നിന്ന് വാങ്ങിച്ച എണ്ണയോ നമുക്കെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിച്ച എണ്ണ നമ്മൾ അത്ര നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിൽ തൊടിയിൽ ആട്ടിയ എണ്ണയൊക്കെ ആയിരിക്കും കറിക്ക് ഇത്തിരി ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ആകുന്ന ഒരു ബ്രൗൺ കളറിൽ വരുന്ന വരെ നമ്മൾ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങ ഒക്കെ വറുത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബ്രൗൺ കളറിലേക്കൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പക്ഷെ അടി കരിയാനും പാടില്ല. പതുക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ വറുത്തരച്ച് തന്നെയാണ്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ വറുത്തരച്ച് കറി വയ്ക്കുമ്പോൾ. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ തേങ്ങ വറുത്തതെല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കറിയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ചേർക്കാതെ നമ്മളത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. പാവയ്ക്ക് നമ്മൾ വാട്ടിയെടുക്കാൻ പോവുകയാണ്. പാവയ്ക്ക് നമ്മൾ നല്ലൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. പാവയ്ക്കയുടെ ആ പച്ചച്ചോവ പോകുന്ന വരെ നമ്മളൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയിട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് അരിഞ്ഞെടുത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിലെ കാന്താരി മുളകും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി മുളക് ഇടുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് കാന്താരി മുളക് കൂടെ ഇടുന്നു. പിന്നെ നമ്മളിടുന്നത് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ പച്ച മണം പോകുന്ന വരെ ഒന്ന് പതുക്കെ വാട്ടിയെടുക്കുക. ഇപ്പോൾ പാവയ്ക്ക് നമ്മുടെ ഏകദേശം എണ്ണയിൽ കിടന്ന് ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് എണ്ണയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇടാൻ പോവുകയാണ്. മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്തതാണിത്. ഈ അരപ്പ് ഇട്ട് നമ്മളൊന്ന് അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങയുടെ അരപ്പ് കഴുകിയ വെള്ളം കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. അപ്പം തന്നെ പ്രത്യേക ഒരു മണവും തേങ്ങ അരച്ച് ചേർക്കണതിന് ഒരു പ്രത്യേക മണവും
ടേസ്റ്റ് നമുക്ക് ഉണ്ടാകും. തേങ്ങ അരച്ച കറികളൊക്കെ നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പാവയ്ക്ക വറുത്തരച്ച കറി നമുക്കത് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്, കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. ഒന്ന് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ തോന്നും. നല്ല ചൂടോടെയാണ്. ആ മണം വറുത്തരച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് കയ്പ്പ് ഫീൽ ചെയ്യത്തില്ല, കയ്പ്പ് അനുഭവപ്പെടത്തില്ല. വറുത്തരച്ച കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു മണവും. അപ്പോൾ ഇതുപോലെ റെസിപ്പികൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയിൽ, അതായത് വറുത്തരച്ച പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ചില നാടുകൾ പാവയ്ക്ക തീയിലെന്ന് പറയും, നമ്മുടെ നാട്ടിൽ പാവയ്ക്ക വറുത്തരച്ച കറി എന്നൊക്കെ പറയും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ പാവയ്ക്ക കയ്പ്പാന്നും പറഞ്ഞ് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ തീയിലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പാവയ്ക്കയിൽ ഒരുപാട് കാൽസ്യം ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ബലം കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ പാവയ്ക്ക ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോസായിട്ട് നെക്സ്റ്റ് ഡേ കാണാം.